കെഫ സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് ലീഗ് ഫുട്ബോളിന് ദുബായിൽ ആവേശോജ്വല തുടക്കം. ആദ്യ ദിനം 3 മത്സരങ്ങളാണ് ഉണ്ടായത്. ജെയിൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അടുത്ത മാസം 5 വരെ മത്സരങ്ങളുണ്ടാകും. കേരള എക്സ്പാറ്റ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ഡിസ്ട്രിക്ട് ലീഗ് 11 സൈഡ് ഫുട്ബോൾ ടൂർണമെന്റിന് ദുബായിൽ തുടക്കമായിരിക്കുകയാണ്. ദുബായ് ക്ലബ് ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ജെയിൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ ആദ്യ ദിനം 3 മത്സരങ്ങളാണ് അരങ്ങേറിയത്. ആദ്യ മത്സരത്തിൽ വയനാടിനെ പാലക്കാട് 1-2 ഗോളുകൾക്കും 1 ഗോളിന് കോഴിക്കോടിനെ തൃശൂരും 2 ഗോളുകൾക്ക് കണ്ണൂരിനെ തിരുവനന്തപുരവും പരാജയപ്പെടുത്തി. ഓരോ ജില്ലയെയും പ്രതിനിധീകരിച്ച് അതാത് ജില്ലയിലെ പ്രവാസികളായ കളിക്കാർക്ക് പുറമെ സന്തോഷ് ട്രോഫി ISL കളിക്കാരും മത്സരരംഗത്തുണ്ട്. ആദ്യത്തെ ദിവസത്തെ ഉദ്ഘാടന മത്സരത്തിൽ കളിച്ചത് പാലക്കാട്, വയനാട്, കണ്ണൂർ, തിരുവനന്തപുരം, അതുപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ ആണ്. ഈ 3 മത്സരങ്ങളാണ് ഇപ്പം ഇന്ന് കഴിഞ്ഞത്. പിന്നെ ആളുകളുടെ പങ്കാളിത്തം നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ജനങ്ങൾ കൂടി വരുന്നുണ്ട്. ഇത് വളരെ നല്ല പോപ്പുലറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ദിവസങ്ങൾ കഴിയുന്തോറും, ഫസ്റ്റ് റൗണ്ട് കഴിയുന്തോറും കൂടുതൽ ജനപങ്കാളിത്തോടുകൂടി പോപ്പുലറായിട്ട് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷ. UAE തന്നെ പ്രഗത്ഭരായ പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ISL I ലീഗ് പ്ലെയേഴ്സ് ഒരുപാട് പേര് പല ടീമുകളിലായിട്ട് വന്നിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും മറ്റ് ടീമുകളിലും കൂടുതൽ പങ്കാളിത്തം പ്രതീക്ഷിക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലാ വികാരമാണ്. എല്ലാ ജില്ലകളിൽ നിന്നും ഫുട്ബോൾ സ്നേഹിക്കുന്നതും അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. ആ പബ്ലിസിറ്റി കൊടുത്തതിൻ്റെ ഇതായിട്ട് നമുക്ക് ഗാലറി ഫുള്ളായിരുന്നു. അത്രയും ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ ഇതിനേക്കാളും ജനപങ്കാളിത്തം കൂടുതലായിട്ട് നമുക്ക് വരും. ജില്ലാ വികാരം ശരിക്കും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. ഇനി വരും വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ഈ സീസണോടുകൂടെ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നല്ല തുടക്കമായിട്ടാണ് നമുക്ക് കാണുന്നത്. നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഫുട്ബോൾ ഇത് ഇപ്പോൾ വർക്ക് ലൈഫിൻ്റെ ബാലൻസിങ് കൂടിയിട്ടാണ്. അപ്പോൾ അത് കൂടാതെ ഇത് ആസ്വദിക്കാനായിട്ട് വരുന്ന ഒരുപാട് പേര് ഇപ്പോൾ ജില്ലാതലത്തിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വികാരം വേറെ തന്നെ. ക്ലബ്ബ് മത്സരങ്ങളെക്കാളും കൂടുതൽ ജില്ലാതലത്തിലുള്ളൊരു മത്സരമാകുമ്പോൾ ആളുകളുടെ ആവേശം 10 മടങ്ങാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്തരത്തിലുള്ള ഒരു ജനപങ്കാളിത്തവും ജനബാഹുല്യമാണ് ഇവിടെ ഇന്ന് ഉണ്ടായിരുന്നത് ഈ കളികൾ വീക്ഷിക്കാനായിട്ട്. അപ്പോൾ ഈ കാണാൻ വരുന്നവരുടെയും കൂടി ഒരു വർക്ക് ലൈഫ് ബാലൻസാണിത്. എല്ലാം കൊണ്ടും ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു രീതിയിലുള്ള ഫുട്ബോളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതിനേക്കാൾ നല്ല പങ്കാളിത്തവും നല്ല രീതിയിൽ ഇനി വരും വർഷങ്ങളിൽ ഇതിനേക്കാളും നല്ല എത്രയോ മടങ്ങ് ആഘോഷപൂർവ്വം ഈ KDL മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പ്രസൻ്റ്ലി എല്ലാ ടീമുകളും ടോപ്പ് റാങ്ക് ലിസ്റ്റിലുള്ള ടീമുകളാണ് പോലും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിൽ നിന്നുള്ള പ്ലെയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളിയിൽ വന്ന വ്യത്യാസം നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇനിയും ടീമുകൾ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ടൂർണമെൻറ്റിൽ മലപ്പുറവും കാസർഗോഡുമാണ്. കഴിഞ്ഞ എന്താ പറയുക, ഈ UAE സംബന്ധിച്ചിടത്തോളം 2 പ്രഗത്ഭ ജില്ലകളാണ്. ഫുട്ബോളിനെ അക്കോർഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല 2 ടീമെന്ന് പറയാൻ പറ്റുന്ന അത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ള ടീമാണ്. അതിലേക്കാണ് പുറത്തുനിന്ന് പ്ലെയേഴ്സും കൂടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂരാണെങ്കിലും മറ്റുള്ള ജില്ലകളാണെങ്കിലും എല്ലാ ടീമുകളിലും നല്ല പ്ലെയേഴ്സ് വന്നിട്ടുണ്ട്. അതൊരു വ്യത്യാസം കളിയിൽ കാണാനുണ്ട്. വലിയ ആവേശത്തോടെയാണ് ടൂർണമെന്റിനെ കാണുന്നതെന്ന് പ്രവാസികളും അഭിപ്രായപ്പെട്ടു. വളരെ പ്രതീക്ഷയോടെയാണ് ട്രിവാൻഡ്രം ടീം പങ്കെടുക്കാൻ ഇറങ്ങുന്നത്. ഫസ്റ്റ് മാച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ്. നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ സന്തോഷ് ട്രോഫി പ്ലേയേഴ്സ്, പിന്നെ I ലീഗ് കളിക്കുന്ന പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. നോക്കാം, ഫസ്റ്റ് മാച്ചാണ്, കോമ്പിനേഷൻ എങ്ങനെ പോകുന്നു. അടുത്ത മാസം 5 വരെയാണ് മത്സരങ്ങൾ ഉണ്ടാവുക. പ്രവേശനം സൗജന്യമായിരിക്കും. 24 ദുബായ്.